ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് കേട്ടോ. അകാലം നരയ്ക്കും, അതുപോലെ തന്നെ നരച്ച തലമുടി കറക്കാനായിട്ടും വളരെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു എണ്ണയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നമ്മളുടെ വീടുകളിൽ തന്നെ റെഡിയാക്കി എടുക്കാം. 3 ഇൻഗ്രീഡിയൻറ്റ് മതി. അപ്പം എല്ലാവരും തയ്യാറാക്കി ഉപയോഗിച്ചുകൊള്ളുക കേട്ടോ. ഈ ഓയിൽ ഉണ്ടാക്കുന്നതിന് നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂ വേണം, അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നാടൻ കറിവേപ്പില തന്നെ വേണം കേട്ടോ. 5 ഇതൾ ചെമ്പരത്തി ഉണ്ടല്ലോ, ആ ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് നാടൻ നമ്മളുടെ കറിവേപ്പിലയും. അത് മസ്റ്റാണ്. ഇത് രണ്ടും ഇല്ലാതെ ഈ എണ്ണ കാച്ചാനേ പോകരുത്, നമുക്ക് ആ ഫലം കിട്ടത്തില്ല. നമുക്ക് ഇതുപോലെ ചെമ്പരത്തിയെയും അതുപോലെ തന്നെ നമ്മളുടെ കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതായത് ചെമ്പരത്തിപ്പൂ ഒരു 3 പിടി എടുക്കുവാണെങ്കിൽ കറിവേപ്പില ഒരു 2 പിടി, അതാണ് കേട്ടോ ഒരു അളവെന്ന് പറഞ്ഞാൽ. ചെമ്പരത്തി കുറച്ച് കൂടുതൽ ചേർക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് നല്ല നാടൻ ചെമ്പരത്തിയും കറിവേപ്പിലയും ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഈ ഓയിൽ ഉണ്ടാക്കി തേക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുളിക്കുന്നതിന് മുൻപും കുളിച്ചതിന് ശേഷവും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. നന്നായിട്ട് നല്ല മുടിയുടെ ആ ഒരു കറുപ്പ് നിറം കിട്ടാനായിട്ടും അതുപോലെ തന്നെ നരച്ച മുടീനെ ഒന്ന് കറുപ്പിക്കാനായിട്ടും നമ്മൾ ഈ ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ കറിവേപ്പിലയും സഹായിക്കും. ഇനി വേണ്ടത് 2 ടീസ്പൂൺ ഉലുവയാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1 ലിറ്റർ എണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഉലുവയൊന്ന് മൂത്ത് ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോഴത്തേനും കരിഞ്ഞു പോകരുത് കേട്ടോ. ആ സമയത്ത് നമുക്ക് ചെമ്പരത്തിപ്പൂവും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചെമ്പരത്തിപ്പൂവും ഞാൻ പറഞ്ഞല്ലോ, 3 പിടി ചെമ്പരത്തിയും 2 പിടി കറിവേപ്പും. അതാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ അളവ്. ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. വീണ്ടും ഞാൻ പറയുന്നു, അത് തന്നെ നമ്മുടെ നാടൻ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളുടെ ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. കരിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് ഇത് ഒരുപാട് തീ കുറയ്ക്കാനും പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. വേണമെങ്കിൽ നമുക്കിത് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് ഈ എണ്ണയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ കാച്ചുമ്പോൾ ഞാൻ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ വേഗം കരിഞ്ഞു പോകാനായിട്ടും അതിൻ്റെ പാകം മാറിപ്പോകാനായിട്ടും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് നേരിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലേ, മുടിയിൽ തേക്കേണ്ടതായതുകൊണ്ട് നമുക്ക് കുറച്ച് പേടിയായിരിക്കും. ധൈര്യമായിട്ട് എല്ലാവരും ഈ രീതി ഫോളോ ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. നല്ലൊരു മുടിക്ക് കറുപ്പ് കിട്ടുകയും ചെയ്യും കേട്ടോ. ചുവട് കട്ടിയുള്ള ഉരുളിയോ അല്ലെങ്കിൽ നമ്മളുടെ ഇൻഡാലിയത്തിൻ്റെ നമ്മളുടെ ചീനിച്ചട്ടിയോ ഒക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതാകുമ്പോൾ നന്നായിട്ട് കറക്റ്റ് ആ പാകത്തിന് ചൂടൊക്കെ എല്ലായിടത്തും കിട്ടുന്ന രീതിയിലുള്ള പാത്രമായിരിക്കണം നമ്മൾ എടുക്കുന്നത്. കനം കുറഞ്ഞ സ്റ്റീൽ പാത്രങ്ങളൊക്കെ എടുത്താൽ നമ്മളുടെ എണ്ണയുടെ പാകമൊക്കെ മാറിപ്പോവേ. ഇനി നമുക്ക് എണ്ണ പാകമായോ നോക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഇതുപോലെ ഒരു സ്പൂണിൽ കോരിയിട്ട് അതിനകത്തേക്ക് ഒരു കുരുമുളക് ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ആ കുരുമുളക് പൊട്ടുവാണെങ്കിൽ നമ്മളുടെ എണ്ണ പാകമായെന്നാണ് അർത്ഥം കേട്ടോ. അങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ എണ്ണ പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാമേ. ഈ ഒരു കളറാകുമ്പോഴത്തേനും നമ്മളുടെ എണ്ണ പാകമായെന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പം തന്നെ നന്നായിട്ട് അരിച്ച് ഇതുപോലെ ആ ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ബോട്ടിലുകളിലാക്കി സൂക്ഷിക്കാം കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എണ്ണയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ കാലത്ത് മുടി പൊഴിച്ചിലില്ലാത്ത അതുപോലെ തന്നെ വേഗം തന്നെ തലമുടി നരയ്ക്കാത്ത ആരും തന്നെയില്ല. അപ്പം എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകും. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും പറയാൻ മറക്കരുത്. മറ്റൊരു നല്ല ടിപ്പുമായി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.